പോകും മോളെ. മോളിക്കുട്ടിയെ വിളിച്ചാലോ? മോളിക്കുട്ടി ഇവിടെ ഇല്ലമ്മേ, ഒരു യാത്രയില. ഞാൻ ദുബായ് മാമനൊന്ന് വിളിക്കട്ടെ. വിളിച്ചിട്ട് കിട്ടുന്നില്ല. സുനന്ദേച്ചിയുടെ നമ്പറിലൊന്ന് വിളിക്കട്ടെ. അതും കിട്ടുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഗോപാലമാമന്റെ വീട്ടിലേക്ക് പോവാം. വാ. അമ്മേ, നമ്മളൊക്കെ എത്ര വിശ്വസിച്ചത്, നമ്മളെ ചതിച്ചില്ലേ മോളെ അവര്? താൽക്കാലികമായിട്ട് അവര് ജയിക്കട്ടെ അമ്മേ, നമ്മൾ എങ്ങും പോകുന്നില്ലല്ലോ. സത്യം എനിക്ക് തെളിയിച്ചേ പറ്റൂ. എന്റെ അമ്മ മോഷ്ടിച്ചിട്ടില്ലെന്ന് അവർക്ക് മുന്നിൽ ഞാൻ തെളിയിച്ചു കൊടുക്കും. ഇനി അച്ഛൻ വന്നിട്ടേ നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരൂ. വാ. കാര്യങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ കരുതിയില്ല മേഡം. മാഡത്തിന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചു. ആ 10 ലക്ഷം രൂപയുടെ കളിയുണ്ടല്ലോ, അത് ഗംഭീരായിരുന്നു. താനും ആ CI ഒക്കെ കൃത്യമായിട്ട് കൂടെ നിന്നു. അതുകൊണ്ടാ വലിയ കുഴപ്പങ്ങളില്ലാതെ കാര്യങ്ങളൊക്കെ അവസാനിച്ചത്. കുറ്റസമ്മതം എഴുതി കൊടുത്ത് പോവുകയാണെന്നാ ആ രണ്ടും കരുതിയിരിക്കുന്നത്. നാളെ പ്രമാണമാകാൻ പോകുന്ന പേപ്പറാണതെന്ന് അമ്മയ്ക്കും മോക്കും അറിയില്ലല്ലോ. ഞാൻ മുമ്പ് പറയാറില്ലേ, ഇതെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണ്. അല്പം ഒന്ന് കറങ്ങി തിരിഞ്ഞാലും അവസാനം ഇത് എന്റെ കയ്യിൽ തന്നെ വന്ന് ചേർന്ന് കണ്ടോ. ഇനി ശ്രീനിവാസനോ കൃഷ്ണയ്ക്കോ സ്വന്തം പേരിൽ സമ്പാദ്യങ്ങളൊന്നുമില്ല. അതെല്ലാം ഇനി സത്യവതിക്ക് സ്വന്തം.